കൊല്ലം കോർപ്പറേഷന്റെ പ്രഭാത ഭക്ഷണ പദ്ധതിയായ ഗുഡ് മോർണിംഗ് കൊല്ലം നിലച്ചു. 10 രൂപയ്ക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന ജനകീയ പദ്ധതിയാണ് UDF ഭരണസമിതി അധികാരത്തിലെത്തിയതോടെ നിർത്തിയത്. ദിവസവും 100-ലധികം പേരായിരുന്നു പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. നഗരത്തിലെത്തുന്ന സാധാരണക്കാരുടെ വിശപ്പകറ്റുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ഇടതുഭരണ സമിതിയാണ് ഗുഡ് മോർണിംഗ് കൊല്ലം മാതൃകാ പദ്ധതി നടപ്പാക്കിയത്. ചിന്നക്കട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം പ്രത്യേക കൗണ്ടറും ഇതിനായി ഒരുക്കിയിരുന്നു. ഇഡ്ലിയും ദോശയും അപ്പവും ഇടിയപ്പവും കറിയുമെല്ലാം വെറും 10 രൂപയ്ക്ക് ലഭിക്കുമായിരുന്നു. ആശ്രാമത്തെ സ്നേഹിത കുടുംബശ്രീ യൂണിറ്റിലെ സംരംഭക രജിതയുടെ രുചിക്കൂട്ടുകൾക്ക് പ്രിയമേറിയതോടെ പദ്ധതി വമ്പൻ ഹിറ്റുമായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ UDF ഭരണസമിതി അധികാരത്തിൽ വന്നതോടെ ചിന്നക്കടയിലെ കൗണ്ടർ അടച്ചുപൂട്ടി. 2 മാസമായി പദ്ധതി നിലച്ചിട്ട്. ഇതോടെ പദ്ധതിയെ ആശ്രയിച്ച് ഭക്ഷണം തേടിയെത്തുന്നവരും ബുദ്ധിമുട്ടിലായി. നഗരത്തിലെത്തുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇന്ന് ഹോട്ടലുകളിൽ അമിതമായ ഫീസ് കൊടുത്ത് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങളിതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം ഇവിടുത്തെ 2 ഡിവിഷൻ കൗൺസിലർമാരും ഇവിടുത്തെ ഭരണസമിതികളും ഞങ്ങൾക്ക് നൽകുന്ന മറുപടി, അവർ പോളത്തോട്ടിലെവിടെയോ സ്ഥലം കണ്ടെത്തി ഇന്ദിരാ ക്യാൻറ്റീൻ എന്ന പദ്ധതി ആവിഷ്കരിച്ചു നടപ്പിലാക്കാൻ പോവുകയാണ് എന്നുള്ള മറുപടിയാണ് അവർ തരുന്നത്. പക്ഷേ അങ്ങനൊരു പദ്ധതി ഇതേവരെ അവർ ആവിഷ്കരിച്ചിട്ടുമില്ല. അതിനൊരു DPR പോലും തയ്യാറാക്കിയിട്ടില്ലാത്തൊരവസ്ഥയാണ്. അതേസമയം ഗുഡ് മോർണിംഗ് പദ്ധതിക്ക് പകരം ഇന്ദിരാ ക്യാൻറ്റീൻ പദ്ധതി നഗരത്തിൽ നടപ്പാക്കുമെന്നാണ് UDF ഭരണസമിതിയുടെ വാഗ്ദാനം. 50 രൂപയ്ക്ക് 3 നേരം ഭക്ഷണം എന്നതാണ് ഇന്ദിരാ ക്യാൻറ്റീൻ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ നടപ്പാക്കിയ പദ്ധതി കൊല്ലത്തും നടപ്പാക്കുമെന്നാണ് ഭരണസമിതിയുടെ ഉറപ്പ്. എന്നാൽ പുതിയ പദ്ധതി ആരംഭിക്കുന്നതിന് മുന്നേ ഗുഡ് മോർണിംഗ് കൊല്ലം പദ്ധതി അവസാനിപ്പിച്ചതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ന്യൂസ് മലയാളം, കൊല്ലം.